ഹലോ ഗായ്സ്, ഇന്ന് ഈ വീഡിയോ എന്തിനെ പറ്റിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി, ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അഫോർഡബിൾ ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ പോലും ചെയ്യാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ വലിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ചെറിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഈ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. വീഡിയോ ക്ലാരിറ്റി, സൗണ്ട്, ലൈറ്റിങ്, എഡിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നും പെർഫെക്ഷനിലോട്ട് ചെയ്യാന്നുള്ളതല്ല, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഒരു ബേസിക് ക്വാളിറ്റി ഞാൻ എൻഷുർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെന്നെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ ഫോണാണ്. അത് iPhone 13 ആണ് കേട്ടോ. അതുമാത്രമാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഓഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ മൈക്കാണ്. ഇതെന്താ ഗ്രനാരോ എന്നാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്കറിയില്ല. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 1700 എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. Let me show you the product. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ 2 മൈക്ക് ഉണ്ട്. അതുപോലെ ഐഫോണിൽ കുത്താനുള്ള ഒരു ചെറിയ സാധനമുണ്ട്. സോ അപ്പോൾ ഇതാണ് മൈക്ക്. ഐഫോണിൻ്റെ സൗണ്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ 2-3 വീഡിയോസ് ഞാൻ മൈക്കില്ലാതെയാണ് കേട്ടോ ചെയ്തത്. ഞാൻ അത് മേടിച്ചില്ലായിരുന്നു. പിന്നെ എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മൈക്ക് മേടിക്കുന്നത്. സംസാരിക്കുന്നത് മൈക്ക് ഇല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഇതാണ്. അപ്പോൾ എന്നാലും ഐഫോണിന് അതിൻ്റെതായ ഒരു ബേസിക് ക്ലാരിറ്റി ഉണ്ട്. എന്നാലും കുറച്ചും കൂടെ നോയ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും ഈ ഫോണിൻ്റെ സൗണ്ട് ഉപയോഗിക്കുമ്പോൾ. ആൻഡ് സോ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മൈക്ക് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് സറൗണ്ടിങ് സൗണ്ട്സ് ഒന്നും അത്ര ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവില്ല, എന്നാലും കുറച്ചൊക്കെ അബ്സോർബ് ആവും. എന്നാലും അത്രയില്ല. മൈക്ക് ഉപയോഗിക്കാതെ എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും നിങ്ങളൊരു മൈക്ക് യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യും ഒരു മൈക്ക് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ലൗഡായിട്ട് സംസാരിക്കണം, അതുപോലെ കുറേ നോയ്സ് അബ്സോർബ് ആവും. മൈക്കാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. ഒരു വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സൗണ്ടാണ്. നമ്മുടെ സൗണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീഡിയോ റീച്ച് ആവുന്നതിലൊക്കെ. അപ്പോൾ നിങ്ങൾ സൗണ്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു ചാനൽ തുടങ്ങാൻ ഇത് കൂടിയേ തീരൂ എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ, അതാണ് ട്രൈപോഡ്. സെൽഫി സ്റ്റിക്ക് കൂടിയ ഒരു ട്രൈപോഡാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഇത് മേടിച്ചത് ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷൻ എന്ന് ഞാൻ പറയും. ഇതിന് 500 ആണ്, പക്ഷേ ഇത് മീഷോയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 300 എന്തോ ഉള്ളൂ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇതില്ലാതെ നിങ്ങൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യരുതെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളിത് മേടിച്ച് നോക്കൂ. ഇതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യരുത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് കാരണം നിങ്ങളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ബ്ലൂടൂത്ത് ആണ്. നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആവും. വീഡിയോ ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും ഇവിടെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം ഞാൻ എത്ര ദൂരത്ത് ഈ ഫോൺ കൊണ്ട് വെച്ചാലും എനിക്കിപ്പം ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഫോണിൽ നല്ല ടൈമർ വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഷെയ്ക്ക് ആവില്ല, ഒരു പ്രശ്നവുമില്ല. ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഈ ട്രൈപോഡിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ഇതാണ് കേട്ടോ എൻ്റെ ട്രൈപോഡ്. ഇത് കാണുമ്പോൾ ചെറിയൊരു സാധനമായിട്ട് തോന്നുമെങ്കിലും ഇതിന് ഒരുപാട് യൂസ് ഉണ്ട്. ഇതൊരു സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഫോൺ പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ സംഭവം ഒന്ന് വലിച്ചിട്ട് ഫോൺ അതിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് റിമോട്ട്. നമുക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാതെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഈ സാധനം കേട്ടോ. ഇതിങ്ങനെ വലിച്ചു നീട്ടി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കൂട്ടാം. 1.7 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത്. അത് ഏകദേശം ഇത്രയും വരും. ഇതാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത്ത്. പിന്നെ നമുക്ക് എത്ര വേണേലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നമുക്ക് തീരെ ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി നമുക്ക് ബാഗിലൊക്കെ ഇട്ട് എവിടെ വേണേലും കൊണ്ടുപോകാം. ട്രൈപോഡ് ജസ്റ്റ് വീഡിയോ എടുക്കാൻ മാത്രമല്ല, ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ
പുറത്ത് ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പം മിക്കവാറും നമ്മൾ ഈ ഫോട്ടോ എടുത്തു തരാൻ വേണ്ടി വേറെ ആൾക്കാരെ വിളിക്കേണ്ടി വരും. പക്ഷേ ഈ ട്രൈപോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ട്രൈപോഡും മൈക്കും കൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ആകെ മേടിച്ചിട്ടുള്ള കാര്യങ്ങൾ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും കൂടിയേ തീരുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് രണ്ടും എനിക്കില്ലായിരുന്നു. പിന്നെ പോകെ പോകെയാണ് ഞാനത് മേടിച്ചത്. നിങ്ങളും കണ്ടന്റ് ക്രിയേഷനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.